ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഹൈറിച്ച് തട്ടിപ്പ് കമ്പനിയുടെ നില കൂടുതൽ പരുങ്ങലിലായിരിക്കുകയാണ്. കമ്പനി ഏതായാലും പണ്ടേ പൂട്ടിയതാണ്. പക്ഷേങ്കിൽ ലീഡർമാർ കുറച്ച് ആശ്വാസത്തിലായിരുന്നു, ഇങ്ങനെ കേസ് നീണ്ടു പോകുന്നതുകൊണ്ട്. എന്നാൽ അവരുടെയും പ്രതീക്ഷ മങ്ങിയിരിക്കുകയാണ്. കാരണം അവരൊക്കെ വളരെ ഭയങ്കര പ്രതീക്ഷയോടെയായിരുന്നു കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ ചെന്നത്. പക്ഷേങ്കിൽ അവർക്ക് ഏതാണ്ട് മനസ്സിലായിരിക്കുന്നു. ബഡ്സ് എഴുതിയ വക്കീലിനും, ബഡ്സ് എഴുതിയത് ഇവരുടെ വക്കീലാണെന്നാണല്ലോ ഇവർ വിശ്വസിച്ചിരിക്കുന്നത്. അവരുടെ വക്കീലിനും ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ള കാര്യങ്ങൾ അവർക്ക് മനസ്സിലാക്കിയിരിക്കുന്നു. കൂടാതെ അവർ ചേർത്ത ആൾക്കാരൊക്കെ FIR ഇടാനും ക്ലെയിം പെറ്റീഷൻ കൊടുക്കാനും തുടങ്ങിയതോടുകൂടി അവരുടെ നില കൂടുതൽ പരുങ്ങലിലായിരിക്കുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വാർത്ത എന്ന് പറയുന്നത്, പോപ്പുലർ ഫൈനാൻസ് കേസിൽ ED അവർ കണ്ടുകെട്ടിയ പണം തിരികെ കൊടുക്കാം, നിക്ഷേപകർക്കാണെങ്കിൽ തിരികെ കൊടുക്കാം എന്നുള്ള രീതിയിലുള്ള വിധി വന്നിട്ടുണ്ട്. ഇതൊക്കെ മുന്നേ പല കോടതികളിലും നടന്നതാണ്. ആ സമയത്തൊക്കെ ചില അടിമകളൊക്കെ പറഞ്ഞിരുന്നത് കേസ് തീർന്നു കഴിഞ്ഞാൽ മാത്രമേ പണം കൊടുക്കാൻ പറ്റുള്ളൂ, കേസ് 10-20 കൊല്ലം കഴിയും, അതുകൊണ്ട് എങ്ങനെയെങ്കിലും കമ്പനി തിരിച്ചു കൊണ്ടുവന്നു കഴിഞ്ഞാലാണ് നമുക്ക് പണം കൊടുക്കാൻ സാധിക്കുക എന്നാണ് ചില അടിമകളൊക്കെ പറഞ്ഞിരുന്നത്. എന്നാൽ അടിമകൾക്ക് നല്ലൊരു അടി കിട്ടിയിരിക്കുകയാണ് ഇന്നലത്തെ വിധിയോടുകൂടി. ഇതിനു മുൻപും ED കേരളത്തിൽ പണം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഹൈറിച്ചിൻ്റെ കേസിലാണെങ്കിൽ കഴിഞ്ഞ ഏപ്രിലിൽ തന്നെ ED നിങ്ങൾക്ക് ആ പണം തിരികെ തരാമെന്ന് പറഞ്ഞ് കത്ത് കൊടുത്തതാണ്. അതിനെ തുടർന്ന് PMLA കോടതിയിൽ അതിനുള്ള അപ്ലിക്കേഷൻസ് കൊടുത്തിരിക്കുകയാണ്. എറണാകുളം ജില്ലാ കലക്ടർ, കോമ്പറ്റൻ്റ് അതോറിറ്റിക്ക് വേണ്ടി എറണാകുളം ജില്ലാ കലക്ടറാണ് ആ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അവരുടെ ഹൈക്കോടതിയിൽ ഇംപ്ലീഡ് ആകുന്നതോടുകൂടി ആ കാര്യത്തിലും തീരുമാനമാകും. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ നിലവിലെ ക്ലെയിം ലിസ്റ്റിൽ 239 ആളിൽ തന്നെ കമ്പനിക്ക് വേണ്ടി കോരം പ്രസംഗിച്ചു നമ്മളെയൊക്കെ ചീത്ത പറഞ്ഞ് നടന്ന ആൾക്കാർ ആ ക്ലെയിം ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അത് നമുക്കൊരു സംശയം ഉണ്ടായിരുന്നു. എന്നാൽ ഇന്നലെ കേട്ട ഒരു അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, ഇത്രയും കാലം കമ്പനിയെ താങ്ങി നമ്മളെയൊക്കെ ചീത്ത പറഞ്ഞ് നെഗറ്റീവുകാർ അങ്ങനെയാണ് ഇങ്ങനെയാണ്, പ്രതാപൻ ഇങ്ങനെയാണ്, കമ്പനി പൂട്ടിയത് കൊണ്ടല്ലേ നമുക്ക് എങ്ങനെ വന്നത്, കമ്പനി ആരെയും പറ്റിച്ചിട്ടില്ല, അന്നമ്മയാണ് കുഞ്ഞമ്മയാണ് എന്നൊക്കെ പറഞ്ഞ് വീഡിയോ പോലും ഇറക്കിയ ആൾക്കാർ FIR ഇട്ടു എന്നുള്ളതാണ്. അപ്പോൾ എന്താണ്, ഇതൊക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ചിലതൊക്കെ നമ്മൾ അറിയാൻ വൈകുന്നു എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ ലീഡർമാരായിട്ട് ഉള്ള ആൾക്കാർക്കും ചില ആൾക്കാർ സമ്മർദ്ദം ഉണ്ടാവും, അവരുടെ ഒക്കെ ചില വലിയ പൈസ അതിൽ കൊണ്ടിട്ടിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അവസാനം അവർ പോലും FIR ഇട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ ബോണ്ട് എന്ന് പറഞ്ഞാൽ കോടതിയിൽ ബോണ്ട് എന്ന് മിണ്ടാത്ത കമ്പനിയാണ്. അപ്പോൾ ഇവരൊക്കെ ഇട്ടിരിക്കുന്നത് ബോണ്ടാണ്. അപ്പോൾ ബോണ്ട് 209,020 ആൾക്കാരാണ് ബോണ്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവർ വെറും റെഡീം കൂപ്പണാണെന്ന് പറഞ്ഞ് അതേ സമയം പാഴാക്കുന്നതിന് സമയം ബോണ്ട് എടുത്തവരൊക്കെ FIR ഇടുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ 9,020 ആൾക്കാർക്കുള്ള ബോണ്ടിൻ്റെ പൈസ എന്ന് പറയുന്നത് 451 കോടിയാണ്. അതുപോലും ഇപ്പോൾ ഇവിടെ ഫ്രീസ് ചെയ്തിട്ടില്ല. അപ്പോൾ ആരാണോ FIR ഇടുന്നത് അവർക്ക് മാത്രമേ കൊടുക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. എന്തായാലും എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യമാണ്, ഇത്രയും കമ്പനിയെ താങ്ങി നടന്നിരുന്ന ആൾ FIR ഇട്ടു എന്നുള്ളത്.